പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഒരു പോയിന്റിലെ സ്ട്രെസ് ടെൻസർ തന്നാൽ എങ്ങനെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? അതാണ് ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ട വീഡിയോയിൽ സ്ട്രെസ് എലോങ് എനി ആർബിട്രറി പ്ലെയിൻ അതായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. So along any point there can be infinite number of planes passing through that, and if the stress tensor at this point is known, we can determine the stress components acting on any of these planes. And when we are studying like that, there will be certain planes in which only normal stress will be acting. That means there are no shear stresses acting on that planes. Only normal stresses will be acting on planes. And such planes are called principal planes. And the normal stress acting on these planes are called principal stresses. It means it is an important stress which acts in that particular point. The principal stresses are the largest normal stresses acting at any plane passing through that point. Suppose we know the principal plane and the direction cosines of the principal plane are given like this. Now the resultant stress on this plane can be approximated like this. The resultant stress using the earlier notation sigma nr, it can be written as sigma n, the normal stress acting on that plane, because there is no shear stress, only normal stress is there. So the resultant is equal to normal stress. Now the components of this stress along the x-axis, it will be sigma into a nx, the direction cosine corresponding to that direction. Like this, these are the components of stress along the x, y, z axis. Another method is using the Cauchy stress formula. So starting from the stress tensor available at that point, we can determine the same x component acting on that principal plane. So we have two sets of equations, set 1 and set 2. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് 2 എന്ന് സെറ്റ് 1 സബ്ട്രാക്ട് ചെയ്താൽ റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സിഗ്മ എൻ എക്സ്, ഇവിടെ സിഗ്മ എൻ എക്സ് തന്നെയാണ്. ബോത്ത് വിൽ ക്യാൻസൽ ഔട്ട്. ആൻഡ് ദിസ് വൺ, ദീസ് ത്രീ ടേംസ് സബ്ട്രാക്റ്റഡ് ബൈ സിഗ്മ എ എൻ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് സെറ്റ് ഫ്രം സെക്കൻഡ് സെറ്റ് സബ്ട്രാക്റ്റഡ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ ഇൻറ്റു എ എൻ എക്സ്, രണ്ടിലും എ എൻ എക്സ് ഉണ്ട്. ഇതുപോലെ മൂന്ന് ഇക്വേഷനും നമുക്ക് എഴുതാൻ പറ്റും. സബ്ട്രാക്റ്റിംഗ് ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷൻ ഫ്രം ദ സെക്കൻഡ് സെറ്റ്. ഇത് മൂന്ന് ഇക്വേഷനായിട്ട് എഴുതി. ഈ മൂന്ന് ഇക്വേഷൻ തന്നെ ഒരു മെട്രിക്സ് ഫോമിലാക്കി നമുക്ക് എഴുതാൻ പറ്റും. സിഗ്മ എക്സിന് പകരം സിഗ്മ എക്സ് മൈനസ് സിഗ്മ. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഉപയോഗിച്ച സ്ട്രെസ് ടെൻസർ തന്നെയാണിത്. അതിൽ ഈ ഒരു ചേഞ്ച് മാത്രം ഉപയോഗിക്കുന്നു. ഡയറക്ഷൻ കൊസൈൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇറ്റ് ഈസ് ഈക്വൽ ടു 0. പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് ഈ സിഗ്മ. സോ ഹിയർ എ എൻ എക്സ്, എ എൻ വൈ, എ എൻ എസ് സെറ്റ്, ഈ മെട്രിക്സ് 0 ആകാൻ പറ്റത്തില്ല. അത് ആ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ്. സോ ഇവിടെ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ ദിസ് കനോട്ട് ബി 0. ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 0. സോ ദിസ് ഓൺലി വിൽ ബി ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് we can write this here. It is a determinant. അവിടെ മെട്രിക്സ് ആയിരുന്നു. മെട്രിക്സിന്റെ വാല്യൂ ആണ് ഡിറ്റർമിനന്റ്. ആ ഡിറ്റർമിനന്റ് 0 ആകുക എന്ന് വെച്ചാൽ മെട്രിക്സ് 0 ആകുക. അപ്പോൾ ഇത് മെട്രിക്സ് 0, ഡിറ്റർമിനന്റ് 0 ആകുന്ന ഈ കണ്ടീഷനാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ ആ ടേംസ് തമ്മിൽ റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഒരു ഇക്വേഷൻ കിട്ടും. സിഗ്മ ക്യൂ മൈനസ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ ഇസഡ് ഇൻറ്റു സിഗ്മ സ്ക്വയർ. അതുപോലെ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ, സിഗ്മ വൈ ഇൻറ്റു സിഗ്മ ഇസഡ്, സിഗ്മ ഇസഡ് ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് ടോ എക്സ് വൈ സ്ക്വയർ
tau yz square tau zx square into sigma. മൂന്നാമത്തെ ടേമിൽ വരുന്നത് sigma x, sigma y, sigma z. Then sigma x into tau yz. x ഉം y ഉം z വന്നു. ഇവിടെ sigma y into tau zx. sigma z into tau xy. ഇത് മൂന്ന് ടേംസും മൈനസ് ആണ്. അടുത്തത് 2 plus 2 tau xy tau yz tau zx equal to 0. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ടേംസിനെ നമ്മൾ I1, I2, I3 എന്ന് വെച്ചാൽ we can write this equation. I1, I2, I3 എന്ന് പറയുകയാണെങ്കിൽ sigma q minus I1 sigma square plus I2 sigma minus I3 equal to 0. അപ്പോൾ ഈ ഇക്വേഷനാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്. ഈ I1, I2, I3 പറയുന്നതാണ് സ്ട്രെസ് ഇൻവേരിയൻസ്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് അതിൻ്റെ സ്ട്രെസ് ടെൻസർ തന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് സ്ട്രെസ് ഇൻവേരിയൻസ് എഴുതാം. I1, I2, I3 എഴുതാം. ഈ മൂന്ന് എക്സ്പ്രഷൻ ഉപയോഗിച്ച് എഴുതാം. അത് കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആക്കാം. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു തേർഡ് ഓർഡർ ഇക്വേഷൻ ആണ്, ക്യൂബിക് ഇക്വേഷൻ ആണ്. അത് നമ്മുടെ ഓർഡിനറി സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3 റൂട്ട്സ് കിട്ടും. ആ 3 റൂട്ട്സ് ആണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3. ഈ സിഗ്മ 1 ഏതാണ്, സിഗ്മ 2 ഏതാണ്, സിഗ്മ 3 ഏതാണെന്നുള്ളതിന് ഒരു കൺഫ്യൂഷനും വേണ്ട. അത് എഴുതേണ്ടത് ഈ രീതിയിലാണ്. സിഗ്മ 1 ഈസ് ദ ലാർജസ്റ്റ് വൺ, then sigma 2, smallest one is sigma 3. അപ്പോൾ ഇത് 3 പ്ലെയിൻസിലാണ് ആക്ട് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് 3 പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ആണ്. ഇത് രണ്ടും ഈ പ്ലെയിനിലുള്ളത്. ഇനി ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു പ്ലെയിൻ ഇവിടെ ഉണ്ടാവും. ആ 3 പ്ലെയിനിലുമാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ പ്ലെയിനിലും ഷിയർ സ്ട്രെസ് ഇല്ല, ഓൺലി നോർമൽ സ്ട്രെസ്. എന്നാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സെറ്റിൻ്റെ കൂടെ തന്നെ ഉള്ള മറ്റൊരു പ്ലെയിൻ ഉണ്ട്. അവിടെ മാക്സിമം ഷിയർ സ്ട്രെസ് വിൽ ബി ഒബ്സർവ്ഡ് ആൻഡ് ദാറ്റ് പ്ലെയിൻ ഈസ് ഈക്വലി ഇൻക്ലൈൻ ടു ദീസ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. എത്രയായിരിക്കും ഈ മാക്സിമം ഷിയർ സ്ട്രെസ്? അത് നമുക്ക് ഈ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടും. ഇവിടെ നമ്മൾ ആ ഓർഡറിൽ സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 എഴുതി കഴിഞ്ഞാൽ tau max is equal to sigma 1 minus sigma 3 by 2, and it is acting at a plane which is equally inclined to the principal planes. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞൊരു പോയിന്റാണ് സ്ട്രെസ് ഇൻവേരിയൻറ്റ്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യം ഇവിടെ പറഞ്ഞു. ഇൻവേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? It means unchangeable, or that do not vary under different conditions. What are the different conditions? Okay. Such a condition can be the coordinate system. നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞു, എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞു. ഈ കോർഡിനേറ്റ് സിസ്റ്റം മാറി വേറൊരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പറയാം. ഇതിൽ തന്നെ കോർഡിനേറ്റ് ആക്സിസ് ഈ രീതിയിലാക്കാം, x1, y1, z1. ഇപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റാം. ഈ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെ മാറ്റിയാലും I1, I2, I3ൻ്റെ വാല്യൂസ് മാറത്തില്ല. ഈ കോർഡിനേറ്റ് സിസ്റ്റം മാറ്റുന്നതിനാണ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ആക്സസ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ I1, I2, I3 സ്ട്രെസ് ഇൻവേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ കോർഡിനേറ്റ് ആക്സസ്. ഇറ്റ് റിമെയിൻ അൺഅഫക്റ്റഡ് അണ്ടർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആക്സസ് ഫ്രം വൺ സെറ്റ് ടു അതർ. ഈ x1, x2, x1, y1, z1 ആവാം, xy, z ആവാം, അല്ലെങ്കിൽ 1, 2, 3 എന്നുള്ള പ്രിൻസിപ്പൽ ഡയറക്ഷൻസ് ആവാം. ഏതിൽ വന്നാലും we will be having the same value for I1, I2, I3. ഓക്കെ. അപ്പോൾ ഈ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ കണ്ടീഷൻ പ്രിൻസിപ്പൽ പ്ലെയിൻസിലാണെന്നുണ്ടെങ്കിൽ ഷിയർ കമ്പോണൻസ് ഒന്നുമില്ല.
അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രെസ് ഇൻവേരിയൻസ് I1 വ്യത്യാസമൊന്നുമില്ല, അവിടെ ഷിയർ കമ്പോണൻസ് ഒന്നും വന്നിട്ടില്ല. I2 വരുമ്പോൾ ഷിയർ കമ്പോണൻസ് എല്ലാം പോയി, ഓൺലി നോർമൽ കമ്പോണൻസ്. അപ്പോൾ ഈ I1, I2, I3ക്ക് നമുക്ക് ഷിയർ കമ്പോണൻസ് ഉപയോഗിച്ച് സിഗ്മ എക്സും സിഗ്മ വൈയും ഉപയോഗിച്ച് എടുത്ത വാല്യൂ തന്നെയായിരിക്കും സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 മാത്രം ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിച്ചാൽ. പിന്നെ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതാണ് സ്ട്രെസ് ടെൻസർ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂസ്. ആദ്യത്തത് 60 കിട്ടും. അടുത്തതിൽ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ -3300 കിട്ടും. ഇതുപോലെ I3യിൽ കിട്ടുന്ന വാല്യൂ -46,000. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ വരുമ്പോൾ നമുക്ക് ഇതാണ് ഇക്വേഷനായിട്ട് കിട്ടുന്നത്, ക്യൂബിക് ഇക്വേഷൻ. ഇത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിലെല്ലാം ഇത് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഇത്. ലാർജസ്റ്റ് വൺ ഈസ് സിഗ്മ 1, then സിഗ്മ 2, സിഗ്മ 3. മാക്സിമം പ്രിൻസിപ്പൽ, മാക്സിമം ഷിയർ സ്ട്രെസ് ടോ മാക്സ്, അതിങ്ങനെ കണ്ടുപിടിക്കാം. സിഗ്മ 1 - സിഗ്മ 3/2. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് 90.77. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ യൂണിറ്റ് തന്നിട്ടുണ്ട്, അതേ യൂണിറ്റ് നമ്മൾ സ്ട്രെസ് ഉപയോഗിക്കുന്നിടത്തെല്ലാം സെയിം യൂണിറ്റ് തന്നെ ഉപയോഗിക്കാം. ദിസ് ഇസ് മെഗാ പാസ്കൽ. അപ്പോൾ അത് എഴുതേണ്ടത് എപ്പോഴും MPa. PA എന്ന് പറയുന്നത് പാസ്കൽ എന്നൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. സോ ദ P വിൽ ബി ഇൻ ക്യാപിറ്റൽസ്. ഇനി ഡയറക്ഷൻ ഓഫ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്, അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ A1, B1, C1 എന്ന 3 ടേംസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് സ്ട്രെസ് ടെൻസർ ഉണ്ട്. സ്ട്രെസ് ടെൻസറിൽ ഇതിൽ ആദ്യത്തെ ടേമിൽ -σ1, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിനാണ് കിട്ടേണ്ടതെങ്കിൽ ഈ ഫസ്റ്റ് എലിമെൻറ്റിൻ്റെ കോഫാക്ടർ എടുക്കും. കോഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളവും ഈ റോയും ഇല്ലാതെയുള്ള കാര്യം. സിഗ്മ വൈ - സിഗ്മ 1, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിഗ്മ വൈ - സിഗ്മ 1 ടോ YZ, സിഗ്മ Z - സിഗ്മ 1. ഈ 4 പൊസിഷൻസിലുള്ള അതാണ് ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന എലിമെൻറ്റിൻ്റെ കോഫാക്ടർ. അപ്പോൾ കോഫാക്ടർ എടുത്തിട്ട് അതിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാം. അത് കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ആണ്. സോ ദിസ് ടേം ദിസ് ഇൻറ്റു ദിസ് മൈനസ് ദിസ് ഇൻറ്റു ദിസ്. ഇതുപോലെ B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എലിമെൻറ്റിൻ്റെ, ഈ ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലിമെൻറ്റിൻ്റെ കോഫാക്ടർ. അതിനെടുക്കുന്നത് ഈ കോളവും ഈ റോയും റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള എലിമെൻറ്റ്സ്. ഇതുണ്ടാവും, ഈ 4 എലിമെൻറ്റ്സ്. ആ 4 എലിമെൻറ്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ടോ XY, ടോ YZ, ടോ XZ, സിഗ്മ Z മൈനസ് സിഗ്മ 1. അപ്പോൾ ഈ രണ്ടാമത്തെ ടൈം വരുമ്പോൾ ഇതിനൊരു മൈനസ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോഫാക്ടറിൻ്റെ ഒരു റൂളാണ്, മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അവിടെ B1 കിട്ടും. ഇതുപോലെ C1 എന്നുള്ളത് ഈ ടേമിൻ്റെ കോഫാക്ടറാണ്. അപ്പോൾ A1, B1, C1 കിട്ടിക്കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷനാണ് അടുത്ത് ഉപയോഗിക്കാനുള്ളത്. N1x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ N1 എന്നുള്ളതിന് പ്രിൻസിപ്പൽ ഡയറക്ഷൻ 1 എന്നുള്ള ഡയറക്ഷനുമായിട്ട് എക്സിന് ഉള്ള ഇൻക്ലിനേഷൻ. ഇതാണ് 1 എന്നുള്ള ഡയറക്ഷൻ ആണെങ്കിൽ ഈ ആംഗിളിനാണ് N1x എന്ന് പറയുന്നത്. അപ്പോൾ എക്സിനും എന്നിനുമായിട്ടുള്ള ആംഗിൾ, N1-ഉമായിട്ടുള്ള ആംഗിൾ. അപ്പോൾ അതിൻ്റെ കൊസൈനാണിത്. ഈ 3 values an1y, an1z. So the direction cosines of the plane perpendicular to which sigma 1 acts. ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് സിഗ്മ 1 ആക്ട് ചെയ്യുന്നത്. ഇതാണ് പ്ലെയിൻ എങ്കിൽ ഇതിന് നോർമൽ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സിഗ്മ 1 ആക്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. The contents are available in this textbook, which is available from Flipkart.